എൻ്റെ അടുത്ത് ചോദിക്കും, മാം ശരിക്കും അവൾ എന്നെ യൂസ് ചെയ്യുമായിരുന്നോ? അതെ, കാരണം അവൾക്ക് ഒരു പടി വേണമായിരുന്നു മേളിക്കയറാൻ. ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉപദേശമല്ല, പക്ഷേ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ വാക്കാണ് മരുന്ന്. അപ്പം നമ്മളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, അത് നമ്മളെയും റോളാണ് കൗൺസിലർ എന്നുള്ളത്. എൻ്റെ അടുത്ത് 2.5 വർഷമായിട്ട് കൗൺസിലിംഗ് എടുക്കുന്ന ഒരു ലേഡി ഉണ്ട്. അത് എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പാണ്. അവളെ ഞാനാണ് ഇതിൽ കുരുക്കിയത്, സത്യമാണ്. പക്ഷേ എൻ്റെ ഫാമിലി അറിഞ്ഞു. ഇപ്പോൾ എനിക്ക് ശ്വാസം വിടണമെങ്കിൽ പോലും എൻ്റെ വൈഫ് അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, നമ്മൾ ഈ ഉപേക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ആക്ച്വലി കൊല്ലുന്നതിന് തുല്യമാണ്. മരണം നമ്മൾ ജീവിച്ചിരിക്കവേ ജഡമായി മാറുന്നൊരവസ്ഥ എന്ന് പറയില്ലേ, അതാണ് ഈ ഉപേക്ഷിക്കപ്പെടുന്നത്. ഇങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ വാരിക്കോരി ഇടാവോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കത് ഇഷ്ടമല്ലെങ്കിൽ ഇയാളെ നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചിട്ട് ഞാനതങ്ങ് ആദ്യം ഭയങ്കരമായിട്ടങ്ങ്, നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മളത് അപ്പോഴേ പറയാം. ഭയങ്കരമാണ്. ഒന്ന് ആലോചിച്ചൊക്കെ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതേപോലെ പുരുഷന്മാർക്കും ഉണ്ട്. നീ എന്താടാ മീശ ഒന്നും കളിക്കാത്ത, നീ മറ്റേതാണോ? ഇങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ആമ്പിള്ളേർ വന്ന കാര്യം നമ്മുടെ ദേഹത്തെ ചെറിയൊരു മുറിവോ പരിക്കോ ഒക്കെ വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന പോലെ തന്നെയാണ് നമുക്ക് മെൻ്റലി മനസ്സത്ര ഓക്കെ അല്ലെങ്കിൽ നമ്മൾ തെറപ്പി എടുക്കുന്നതും അതിന് ഹെൽപ്പ് സീക്കുന്നതൊക്കെ. ആ ഒരു സ്റ്റിഗ്മ ഒരുപാട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ്, മാറി വരുന്നുണ്ട്. അപ്പോൾ ഈ വിഷയം എപ്പോഴും സമൂഹത്തിൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. വി ഷുഡ് ടോക്ക് അബൌട്ട് മെൻ്റൽ ഹെൽത്ത്. ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായി വളരെ സ്പെഷ്യലായിട്ടൊരു ഗസ്റ്റാണ് ചേരുന്നത്. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായ കലാമോഹൻ. മാം, വെൽക്കം. ഹൗ ആർ യു? ഫൈൻ. മാം, എങ്ങനെയാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും സ്ട്രെസ്സ് വരും. അറ്റ് ടൈം സ്ട്രെസ് ആവും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ആൻഷ്യസ് ആവും. പക്ഷേ എപ്പോഴാണ് നമ്മൾ തെറപ്പിയിലേക്ക് പോകേണ്ടത് എന്നുള്ള ഒരു ഹെൽപ്പ് എപ്പോഴാണ് സീക്കേണ്ടത് എന്നുള്ളത് പലർക്കും അറിയില്ല. അതെങ്ങനെയാണെന്നൊന്ന് പറയാമോ? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഒരാൾ കുട്ടികളാണെങ്കിൽ പോലും കോളേജിൽ വരാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതാണെന്ന് വെച്ചോ, ചിലർ അത് ആ ഒരു വേദന മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് പഠിക്കും, അവർ അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകും. ഇപ്പം മുതിർന്നവരാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് ബ്രേക്കായി, പക്ഷേ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അവർ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് അതുവരെ കാമായിട്ട് ബാലൻസ്ഡ് ആയിട്ട് എല്ലാ മനുഷ്യന്മാരുമായിട്ട് നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരുന്നവർ പെട്ടെന്ന് എന്ത് പറ്റുന്നു, ഉറക്കമില്ലാതാകുന്നു. അപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട് കഴിയുമ്പം തന്നെ മനുഷ്യൻ്റെ ഒരു ബാലൻസിങ് തെറ്റും. ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും എമർജൻസി ആയിട്ട് ബിസിനെ കാണേണ്ടത്. പിന്നെ സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആവുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ? അതുപോലെ തന്നെ നമ്മൾ അത് പൊട്ടിത്തെറിക്കുന്നു. നമുക്ക് തന്നെ അത് ആരെങ്കിലുമൊക്കെ പറഞ്ഞു, നീ എന്താ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. അപ്പം പലപ്പോഴും തെറാപ്പിക്ക് വരുന്നവർ അതായിരിക്കും പറയുന്നത്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ കൊളീഗ്സ് പറഞ്ഞു, ഞാൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു പണ്ട്, ഇപ്പം എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, പൊട്ടിത്തെറിയാണ്. അപ്പം അതിൻ്റെ ഉള്ളിലെ ഒരു കാരണമുണ്ട്, പക്ഷെ അത് ആരോടും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എപ്പോഴാണ് മാം ക്ലിനിക്കലി ഇപ്പം അവരെ കണ്ട് സംസാരിക്കുമ്പോൾ ഡയഗ്നോസ് ചെയ്യുന്നത് ഡിപ്രഷൻ ആണ് എന്നുള്ളത്? ഞാനൊക്കെ തന്നെയും കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഒരുപാട് വർഷങ്ങൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കൗൺസിലിംഗ് കൊണ്ട് മാറാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. കൗൺസിലിംഗ് എപ്പോഴാണ് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത്? അതായത് ഇൻസൈറ്റ് ഉള്ളപ്പോൾ നമ്മളൊരു ആൾക്ക് അവനവനെ കാണിച്ചു കൊടുക്കലാണ് കൗൺസിലിംഗ്. ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉപദേശമല്ല, സജഷൻസ്, റിഫ്ലക്ഷൻ ആണ് അല്ലേ? അതെ, നമ്മൾ സജഷൻസ് കൊടുക്കുകയാണ്. അപ്പോൾ ആ സജഷൻസ് കൊടുക്കുന്ന പ്രോസസ്സിൽ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. ആ കാണിച്ചു കൊടുക്കുന്ന ആളാണ് നമ്മൾ. ചിലർക്ക് കാണിച്ചു കൊടുത്താലും അവർക്ക് കാണാൻ പറ്റത്തില്ല. ചിലർക്ക് ഇപ്പോൾ എന്ത് ട്രോമ വന്നാലും അവരതും കൊണ്ട് അവർക്ക് ഫൈറ്റ് ചെയ്യാനുള്ളൊരിത് അവർക്ക് ചിലപ്പോൾ ജന്മന ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അവരുടെ എക്സ്പീരിയൻസസ് കൊണ്ട് അവർ മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടാവും. അങ്ങനെ അല്ലാത്തവർക്ക് കാണിച്ചു കൊടുക്കൽ എന്ന് പറയുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കൽ, അതാണ് കൗൺസിലിംഗ്. അപ്പം ആ നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ ഇവർക്കത് സ്വീകരിക്കാൻ പറ്റുന്നില്ല, കാരണം ഇൻസൈറ്റ് ഇല്ല. പിന്നെ നമ്മൾ വെച്ചിട്ട് പരീക്ഷണം ചെയ്യരുത്. അപ്പം സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ട്രെയിനിങ് എടുക്കുമ്പോൾ നമുക്ക് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന് എന്തെടുക്കാം
എന്നതുപോലെ തന്നെ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്തെടുക്കരുത് പക്ഷെ സംസാരിച്ച് വരുമ്പോഴല്ലേ സംസാരിച്ച് മനസ്സിലാവത്തുള്ളൂ. പക്ഷെ അത് ഉടനെ തന്നെ നമുക്ക് അത് എക്സ്പീരിയൻസ് വേണം. നമുക്കിപ്പോൾ പഠിച്ചു കഴിഞ്ഞ ഉടനെ പ്രാക്ടീസിന് ഇറങ്ങാതെ ഒരു ചുരുങ്ങിയത് ഒരു 5 വർഷമെങ്കിലും ട്രെയിനിങ് എടുക്കണം എന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സംസാരിക്കണം എന്നില്ല, അവരുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അത് നമ്മൾ പ്രാക്ടീസിലൂടെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അവർ പറയുന്ന വാക്കുകൾ, ചിതറിക്കിടക്കുന്ന കുറച്ച് വാക്കുകളുണ്ടാവും, അവരുടെ ലോജിക്കല്ലാത്ത ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. അപ്പം അങ്ങനെ ഒരുപാട് സംസാരിക്കണം എന്നില്ല, അത് ഹാൻഡിൽ ചെയ്യാൻ. അപ്പം നമ്മൾ നേരിട്ട് അങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഇത് ഞാൻ എടുത്താൽ ശരിയാവത്തില്ല കേട്ടോ, നിങ്ങൾ വേഗം സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോട്ട് വിട്ടോ, അങ്ങനെ പറയാൻ പാടില്ല. അത് ചിലപ്പോൾ അവരോടും പറയാൻ പാടില്ല, അവരുടെ കൂടെ വന്നവരോടും പറയാൻ പാടില്ല. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഇൻസിഡന്റ് ഓർമ്മ വന്നത്. എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരത്തി ഭയങ്കര മെന്റലി ബ്രേക്ക് ഡൗൺ ആയി നിൽക്കുന്ന റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ്. അപ്പം ആളിട്ടങ്ങ് കളിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നേരെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി. ഞങ്ങളാണ് പറഞ്ഞത് നീ ഓക്കെ അല്ല, കാരണം ഞങ്ങൾ കുറേ വർഷമായിട്ട് ആളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക, കുഴപ്പമില്ല, മൂവ് ഓൺ ആവുക, ഹീസ് നോട്ട് ദ റൈറ്റ് പേഴ്സൺ. സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയപ്പോൾ വളരെ മോശം ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. പുള്ളിക്കാരത്തി തനിക്കൊരു കുഴപ്പമില്ല, യു ആർ ഓക്കെ, യു ജസ്റ്റ് മേക്കിംഗ് അപ്പ് സ്റ്റോറീസ്, ആളുടെ ഫോട്ടോ കാണിക്കും. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ആക്ച്വലി സൈക്കോളജിസ്റ്റ് ആണ്, പക്ഷെ ഫ്രണ്ട്സ് തമ്മിൽ തെറപ്പി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവൾ പറഞ്ഞു ഒരിക്കലും അത് പ്രൊഫഷണൽ അല്ല, ഒരിക്കലും പേഴ്സണൽ സ്പേസിലെ ഫോട്ടോസും കാര്യങ്ങളും ഒരു സൈക്കോളജിസ്റ്റ് ചോദിക്കില്ല. ആൻഡ് പറഞ്ഞു ആൾക്കാണ് ഡിപ്രഷനും കാര്യങ്ങളും, തനിക്കൊരു പ്രശ്നവും ഇല്ല, ആൻഡ് എന്തോ ഒരു ഹൈ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുവാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞു. അപ്പോൾ ആൾക്ക് വീണ്ടും ഡിപ്രഷൻ വന്നു. പക്ഷെ ഷീ തോട്ട് ഇതെല്ലാം ഓവർ തിങ്കിങ് ആണ്. അങ്ങനെ കുറേ നാളിത് പോയി ഒരു 1 year എന്തോ കഴിഞ്ഞപ്പോൾ ആൾക്ക് വീണ്ടും സ്ട്രെസ്സായിട്ട് ഉറക്കമില്ല, മെന്റലി അങ്ങ് ഭയങ്കര. അങ്ങനെ കൊണ്ട് സൈക്കാട്രിസ്റ്റിനെ ഒരു പ്രാവശ്യം കാണിച്ചു. അപ്പോൾ പറഞ്ഞ് ഷീ ഹാസ് സീരിയസ് ഇഷ്യൂസ്, ഇപ്പൊ തൽക്കാലം എസോസ്റ്റാബ് പോലെ ടാബ്ലറ്റ്സ് എടുക്കൂ, ഇത് കഴിച്ച് ഓക്കെ ആയിട്ട് നല്ലൊരു സൈക്കോളജിസ്റ്റിനെ ചെന്ന് കാണുന്നു. ഞാൻ ഷീ ഹീൽഡ്. കുറച്ച് സമയം എടുത്തിട്ടായാലും ആ ഒരു ട്രോമ ബോണ്ടിങ്ങിൽ നിന്ന് ആള് ഹീൽ ചെയ്ത് വന്നു. സോ ലൈക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ എന്താണ് പണിയറിയാത്ത ഡോക്ടേഴ്സിന്റെ കയ്യിൽ കൊണ്ട് കത്തി കൊടുക്കുന്ന പോലെയാണ് ഇങ്ങനത്തെ സൈക്കോളജിസ്റ്റുകൾ. അപ്പൊ ഇത് ഇത്രമാത്രം ചൂസി ആയിരിക്കണം നമ്മുടെ ജീവിതം വെച്ചുള്ള കളി തന്നെയാ എന്നുള്ളത് മനസ്സിലാവും. എന്ന് വെച്ചാൽ നമ്മളിപ്പം കൗൺസിലിങ്ങിലാണെങ്കിൽ വാക്കാണ് മരുന്ന്. നമ്മളിപ്പോൾ ബാക്കി ഏതൊരു ഫീൽഡിലാണെങ്കിലും നമുക്ക് സൈക്കാട്രിസ്റ്റിനാണെങ്കിലും അധികം സംസാരിക്കണം എന്ന് പോലും ഇല്ല, 2-3 ഇതിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും, എഴുതിപ്പോവും. പക്ഷെ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ വാക്കാണ് മരുന്ന്. അപ്പം നമ്മളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, അത് നമ്മളെയും റോളാണ് കൗൺസിലർ എന്നുള്ളത്. നമ്മളും ബേസിക്കലി ഹ്യൂമൻസ് ആണ് അല്ലേ, നമ്മൾക്കും ഇമോഷൻസ് ഉണ്ടാവും, വളരെ ഇമോഷണൽ ആയിട്ടുള്ളവരാണ് ചിലർക്ക് അല്ലെ, അപ്പൊ അതൊരു തെറ്റല്ല. അപ്പം നമ്മളുടെ മൂഡ് ശരിയല്ലെങ്കിൽ ഞാൻ എടുക്കാറില്ല. കാരണം അതില് നമ്മള് നമ്മുടെ ജോബിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. 2 വേറൊരു മനുഷ്യനോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ്. കാരണം നമ്മൾ ഇനി ബേസിക്കലി എത്ര ഇതാണെങ്കിലും, പിന്നെ എല്ലാവർക്കും എല്ലാ കൗൺസിലേഴ്സും നല്ലതാവണം എന്നില്ല. ശരിയാണ്, നല്ല ഒപ്പീനിയൻസ് പറയുന്ന ആൾക്കാരുടെ അടുത്ത് വേറെ ആൾക്കാർ പോകുമ്പോൾ കൊള്ളത്തില്ല. അതാ പറഞ്ഞത്, അതൊരു റാപ്പോ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. റാപ്പോ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് നല്ലൊരു കൗൺസിലിംഗ് സെഷൻ അവിടെ നടക്കുന്നത്. മാം ഇപ്പൊ ട്രോമ ബോണ്ടിങ്ങിനെ പറ്റി സംസാരിക്കാം. എന്തുകൊണ്ടാണ് ഇപ്പൊ മാം ഒരു റിലേഷൻഷിപ്പിനും ഒരുപാടധികം കൗൺസിലിംഗ് കൊടുക്കുന്ന ആളല്ലേ, ലൈക്ക് ദാറ്റ് പേഴ്സൺ ഇസ് വെരി മച്ച് ഹാർംഫുൾ ഫോർ മീ എന്ന് അറിഞ്ഞിട്ടും അതാണോ പെണ്ണോ, ഇപ്പൊ ശരിക്കും അങ്ങനെ വേർതിരിവൊന്നും പറയാൻ പറ്റില്ല, സ്റ്റിൽ വേണ്ടെന്ന് വെക്കുന്നു, കുറേ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു പോകുന്നു. എന്തുകൊണ്ട് ആ സൈക്കിള് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ആ ഒരു തോട്ടും ഡിസിഷനും എടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പുറത്തുള്ള ആൾക്കാരൊക്കെ വഴക്ക് പറയുന്ന സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട്, എന്തോ ഈ കാണിക്കുന്നേ, നിർത്തി പൊക്കോടെ, ബട്ട് ദേ കാൻ ഡു ഇറ്റ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ്? എൻ്റെ അടുത്ത് 2.5 വർഷമായിട്ട് കൗൺസിലിംഗ് എടുക്കുന്ന ഒരു ലേഡി ഉണ്ട്. അത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പാണ്. അപ്പം പുള്ളിക്കാരൻ്റെ വൈഫ് കണ്ടുപിടിച്ചപ്പം പിന്നെ അത് തുടരാൻ പറ്റിയില്ല. പിന്നെ വേറെ ഇന്നത്തിൽ എടുത്തു പറയേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ, നമ്മൾ കൗൺസിലേഴ്സാണ്, മോറൽ സയൻസ് ടീച്ചേഴ്സ് അല്ല. വളരെ വ്യത്യസ്തമായൊരു മേഖലയാണ്. നമ്മളുടെ മുമ്പിൽ വരുന്നിടത്ത് നാണമില്ലല്ലോ, പങ്കാളി ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാ ഈ ജോലിക്ക് പോയപ്പോൾ പണി, ഇങ്ങനെ പറയല് അല്ല കൗൺസിലേഴ്സിന്റെ ഡ്യൂട്ടി. ഇത് ഫസ്റ്റ് മനസ്സിലാക്കണം. നമ്മുടെ മുന്നിൽ വരുന്നൊരു മനുഷ്യനാണ്, ആ മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പച്ചയായിട്ടുള്ള വികാരങ്ങളാണ് നമ്മുടെ മുന്നിൽ അവര് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ
ഈ റിലേഷൻഷിപ്പിൽ അവർ അത്രയും ബോണ്ടിങ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഞാൻ പലവട്ടം വേണ്ട എന്ന് പറഞ്ഞതല്ലേ, ഞാൻ പലവട്ടം നോ, എനിക്ക് ഈ റിലേഷൻ ഇങ്ങനെ നമുക്കൊരു ഇത് വേണ്ട, റിസ്ക്കാന്ന് എത്ര വട്ടം ഞാൻ പറഞ്ഞതാ. എന്നിട്ടും എന്നെ ഇതിൽ പിടിച്ചിട്ടതല്ലേ. എന്നിട്ടിപ്പോൾ അയാളുടെ ഫാമിലി വന്നപ്പോൾ എന്നെ ഇട്ടിച്ച് പോവല്ലേ, പറ്റത്തില്ല. അപ്പം അയാൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അയാൾ ഓരോ സെഷനും അയാൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അയാൾ പറയുന്നത് ശരിയാണ്, അവളെ ഞാനാണ് ഇതിൽ കുരുക്കിയത്, സത്യമാണ്. പക്ഷേ എൻ്റെ ഫാമിലി അറിഞ്ഞു. ഇപ്പോൾ എനിക്ക് ശ്വാസം വിടണമെങ്കിൽ പോലും എൻ്റെ വൈഫ് അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിഹിതത്തിലുള്ള പെൺകുട്ടിയും പുള്ളിയും കൂടിയാണ് കൗൺസിലിംഗ്. അതെ, അതാണിപ്പം വന്ന മാറ്റം. കാരണം അങ്ങനെ ഇപ്പം അല്ലാതെ വരുമ്പോഴാണ് ഭയങ്കരമായിട്ടും അവർക്കത് താങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഇതിനകത്തിൽ വേറൊരു ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സ്പീരിയൻസ് കൂടുമ്പോൾ നമുക്ക് അറിയാമല്ലോ, കുറച്ചും കൂടി പെർഫെക്റ്റ് എന്നല്ല, ഒരു ഗുഡ് വേ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ചിലപ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഇങ്ങനെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുക, എനിക്ക് പറ്റുന്നില്ല നിൽക്കാൻ, ഇങ്ങനെ എന്നെ ചതിച്ചു ഇങ്ങനെ. അപ്പോൾ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാളാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അതിന് കാരണക്കാരനായ ഒരാളെ വിളിക്കാനുള്ള റൈറ്റ് ആസ് എ കൗൺസിലർ എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ അവരെ വിളിച്ചിട്ട് താൻ എന്ത് പണിയാടോ കാണിച്ചത്, അങ്ങനെയല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ട്. 90% ആളുകളും കൗൺസിലിംഗ് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ശരി. അപ്പം ഈ കേസിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കേസിൽ ഓരോ സെഷനും പുള്ളിക്കാരനും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താ? ലൈക്ക് വൈ ഡിഡ് ഹി ചീറ്റ്? അതിപ്പോൾ എന്തായാലും തെറ്റാണ് വൈഫിനോട് ചെയ്യുന്നതെന്ന് അറിയാം. ഈ പെൺകുട്ടിയെ അനാവശ്യമായിട്ട് അതിൽ പിടിച്ചിടുകയാണ്. ആ പെൺകുട്ടി ചെയ്ത ശരിയെന്ന് ഞാൻ പറയുന്നില്ല. എന്താണ് ശരിക്കും അയാൾ ഇതിന് കണ്ടെത്തുന്ന ജസ്റ്റിഫിക്കേഷൻ? അവരുടെ റിലേഷൻ തുടങ്ങിയിട്ട് കുറേ വർഷമായി. ഇപ്പോൾ മോള് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കുറേ കാഴ്ചകൾ കണ്ടിട്ടുണ്ട് അല്ലേ. തിരിച്ചു പോകുമ്പോൾ അതേ കാഴ്ചകളാവണമെന്നില്ല, എല്ലാം മാറും. ഇവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അയാളുടെ മുന്നിൽ ഒരു പൂമ്പാറ്റയെ പോലെ പാറി നടക്കുന്ന ഒരു വിവാഹിതയാണെങ്കിലും അയാളുടെ സങ്കല്പത്തിൽ അല്ലെങ്കിൽ അയാൾക്ക് എവിടെ ഒരു സ്പാർക്ക് വരികയെന്നറിഞ്ഞില്ല, അങ്ങനെ ഒരു സംഭവം വന്നു. അയാൾ പ്രപ്പോസ് ചെയ്തു. ആ കുട്ടി അയ്യോ നമ്മൾ രണ്ടുപേരും മാരീഡ് ആണെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്തു. അപ്പോഴൊക്കെ അയാൾ പറയുന്നത്, അപ്പം ഞാൻ ഡൗട്ട് വെച്ചിട്ട്, ഒരു തരി പോലും പുള്ളിക്ക് ചെയ്യുന്നത് തെറ്റാണ്, എനിക്കൊരു ഭാര്യ ഉണ്ട്, ഓക്കെ നമുക്കൊരു അട്രാക്ഷൻ കൊള്ളാൻ തോന്നുന്നതിനൊന്നും നമുക്ക് തെറ്റ് പറയാനില്ല. ബട്ട് വെൻ വി ആക്ട് ഓൺ ഇറ്റ്, നമ്മളൊരു കോൺഷ്യസ് ഡിസിഷൻ അല്ലേ. എനിക്ക് അവിടെ ഭാര്യ ഉണ്ട്, എനിക്ക് ആ വ്യക്തി അത്രയും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ആ വ്യക്തിയുടെ കണ്ണീർ അവിടെ വീഴരുത് എന്നൊരു തോട്ട്. ഭാര്യയോടും സ്നേഹമുണ്ട്. അതെന്ത് സ്നേഹം? അതാ പറഞ്ഞത്, അതാണ് ഹ്യൂമൻ മൈൻഡ്. നമ്മൾ ഇപ്പോൾ ഞാനിത് കൗൺസിലറിൻ്റെ കുപ്പായിട്ടിരിക്കുന്നു, മോള് ആങ്കറിൻ്റെ കുപ്പായിട്ടിരിക്കുന്നു. നമ്മൾ ബേസിക്കലി നമ്മളെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. പ്രൊഫഷണലായിട്ടുള്ള എത്രയോ ക്രിമിനൽസ് ജയിലിൽ കിടക്കുന്നുണ്ട്. നിയമം പാലിക്കേണ്ടവർ നിയമം സംരക്ഷിക്കാതെ തെറ്റ് ചെയ്യുന്നില്ലേ. നമ്മുടെ പിന്നെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സൗമ്യ അജാസ് കൊലപാതകം, സൗമ്യ എന്ന് പറയുന്ന പോലീസുകാരിയെ അജാസ് എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ് നടു റോഡിലിട്ട് കത്തിച്ചു കൊന്നിട്ട് അയാളും പെട്രോൾ ഒഴിച്ച് സ്വയം ആത്മഹത്യ. അയാൾ രണ്ടുപേരും മരിച്ചു. ഇവർ രണ്ടുപേരും പോലീസുകാരാണ്. അപ്പം അതിനകത്തിൽ നമ്മുടെ എന്താ പറയുക, IQ അല്ല വർക്ക് ചെയ്യുന്നത്, ഇമോഷൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇമോഷണൽ റെഗുലേഷൻ ഇല്ലാത്തതിന്റെ പ്രശ്നമാണോ ഇങ്ങനെ വരുന്നത്? അങ്ങനെ ഒരു എന്താ പറയുക, ഭ്രാന്തെന്നല്ല അവിടെ. ആ ഒരു സമയത്ത് നമുക്കൊരാളോട് ഒരു ഇഷ്ടം തോന്നുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ അവസരങ്ങളില്ല. ഇപ്പം നമുക്ക് പണ്ടത്തെ ഒരു സിറ്റുവേഷൻ എടുത്ത് നോക്കാം. ഒരു ഓഫീസിൽ മോള് ചെല്ലുന്നു, അവിടെ അടുത്തിരിക്കുന്ന ആൾക്ക് മോളോട് ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം വൈകുന്നേരം തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ അവിടെ വേറെ മാർഗമൊന്നുമില്ല. ഇപ്പം അങ്ങനെയല്ലല്ലോ. നമുക്കെല്ലാവർക്കും അവിടെ ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ വീട്ടിലെ പങ്കാളി നിരന്തരം അവഗണിക്കുക, ഒരു അംഗീകാരം കൊടുക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നിടത്ത് പുതിയതായിട്ടുള്ള ഒരാൾ വന്നിട്ട് അതെ ഇന്നിട്ട് ഡ്രസ്സ് കൊള്ളായിരുന്നു കേട്ടോ, നമുക്കറിയാം അത് സൂചിപ്പിക്കലാന്നറിയാം. പക്ഷേ ഈ അവഗണിക്കുക, അപമാനിക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു മരണതുല്യമായ അവസ്ഥയാണ്. പിന്നെ ഇത് സ്ത്രീക്ക് മാത്രമല്ല, പുരുഷനും ഉണ്ട്. ഇതിൽ പുള്ളിയുടെ കേസ് എങ്ങനെയായിരുന്നു? അല്ല, അത് നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരുപാട് കേസുകൾ അങ്ങനെ ഉണ്ട്. കാരണം അവര് വരുന്നു, ഓപ്പോസിറ്റ് സൈഡിലുള്ളവർ വരുന്നു കൂടെ. അതുപോലെ തന്നെ പുള്ളിക്ക് ഇതുപോലെ വൈഫ് കുറച്ച് ഇതുപോലെ കെയർ കൊടുത്തില്ല, അല്ലെങ്കിൽ അവരൊന്നുമില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് മനുഷ്യന്മാർ ഓരോരുത്തിൽ പെട്ടുപോകുന്നത്. അതല്ലാതെ പങ്കാളിയുടെ പുറത്തുള്ള കുറ്റം കൊണ്ടാണ് അതൊക്കെ അതെല്ലാം പണ്ട്. ഇപ്പൊ അങ്ങനെ ആരും ന്യായീകരിച്ചൊന്നും പറഞ്ഞു വരാറില്ല. എന്റെ പങ്കാളി മോശമാണ്, അവളിങ്ങനെ. പുള്ളി തെറ്റാണ് ചെയ്തതെന്ന് പുള്ളി അംഗീകരിക്കുന്നുണ്ടോ? രണ്ടുപേരോടും പുള്ളി തെറ്റ് ചെയ്തെന്ന് പുള്ളിക്ക് അറിയാം.
പക്ഷേ പുള്ളി ഒരു നിസ്സഹായനായ മനുഷ്യനാണ്. അവിടെ ഞാൻ പറഞ്ഞത് ഇത് അവിഹിതത്തിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുകയല്ല, അവിഹിതത്തിനെ നമ്മൾ ഒന്നും ന്യായീകരിക്കുകയല്ല. ഇവിടെ രണ്ട് ഹ്യൂമൻ മൈൻഡ്സ്, പച്ചയായ ഹ്യൂമൻ മൈൻഡ്സ്. അതിൽ പുള്ളിക്ക് ആ കാലത്ത് പുള്ളിയെ സംബന്ധിച്ചോളം അവളോടൊരു അട്രാക്ഷൻ തോന്നി, അവളോട് അടുക്കണം തോന്നി. പക്ഷേ അന്നത്തെ പുള്ളിയുടെ പ്രായത്തിൽ പുള്ളിക്ക് അത്രയും യുക്തിയേ ഉണ്ടായുള്ളൂ. യുക്തി തകിടം മറിയുന്ന അവസ്ഥകളുണ്ട്. ഏതൊരു ബുദ്ധിമാനും യുക്തി തകിടം മറിയുന്ന അവസ്ഥയുണ്ട്. അത് പക്ഷേ നമ്മൾ പ്രായം ചെല്ലുന്തോറും കുറേ അനുഭവങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ ഇത് തെറ്റായിപ്പോയി, അപ്പം നമുക്ക് തിരിച്ച് കയറണം, ഇത് തെറ്റാണ്, എൻ്റെ ഫാമിലിയോട് ചെയ്യുന്നത് തെറ്റാണ് എന്ന് അയാൾക്ക് മനസ്സിലാക്കി തിരിച്ചു കയറേണ്ടി വരുമ്പോൾ പക്ഷേ മറ്റേയാൾ അവിടെ ഉപേക്ഷിക്കപ്പെടുകയാണ്. വീണ്ടും അവിടെ എന്താ പറയുക, നമ്മൾ ഈ ഉപേക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ആക്ച്വലി കൊല്ലുന്നതിന് തുല്യമാണ്. മരണം നമ്മൾ ജീവിച്ചിരിക്കവേ ജഡമായി മാറുന്ന ഒരവസ്ഥ എന്ന് പറയില്ലേ, അതാണ് ഈ ഉപേക്ഷിക്കപ്പെടൽ. അപ്പോൾ എന്നെ തേടി എത്തുന്നവരൊക്കെ ഓൾമോസ്റ്റ് ആ ഒരു തലത്തിൽ നിൽക്കുന്നവരായിരിക്കും. ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരോ നമ്മൾ പറയും നീ ആണാ കരയരുത്, അയ്യേ ആമ്പിള്ളേർ കരയോ. അപ്പം ഞാൻ എൻ്റെ പിള്ളേരെടുത്ത് ഏറ്റവും അധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ആണുങ്ങളാണെന്നുള്ളത് ആരും ഈക്വലാണ്. കോളേജസിലും സ്കൂൾസിലും ഞാൻ എപ്പോഴും പറയും, മക്കളെ നിങ്ങൾ കരയണം, നിങ്ങൾ കരഞ്ഞ് തന്നെ. അത് എന്തിനാ അങ്ങനെ? അപ്പോഴാണ് അത് ആങ്കറായിട്ടും ഒരാളെ കൊല്ലാനും ഒക്കെ തോന്നുന്നത്. റിജക്ഷൻ ഫേസ് ചെയ്യാൻ പഠിക്കണം. ഇത് ഈ ഒരു സാധനം കൊച്ചുകുട്ടികൾ മാത്രമല്ല, ഇപ്പം അവസരങ്ങൾക്ക് വേണ്ടി പുരുഷന്മാരെ യൂസ് ചെയ്യുന്ന കൊച്ചു പെൺകുട്ടികളും സ്ത്രീകളും ഉണ്ട്, ചില പൊസിഷൻസിന് വേണ്ടിയിട്ട്. അപ്പം ഇവരില്ല ബുദ്ധി മാത്രം പ്രയോഗിച്ച് ടോപ്പിലെത്തി നിൽക്കുന്ന പുരുഷന്മാർക്ക് ഇവരുടെ ഒരു കുരുട്ട് ബുദ്ധി ചിലപ്പം പെട്ടെന്ന് കത്തത്തില്ല. സ്ത്രീകളും പെൺകുട്ടികൾക്കും അവരിടുന്ന ഈ ചില കേസസിൽ അപ്പോൾ ഇവർ വിചാരിക്കും, ഓ എന്നോടുള്ള ആരാധന എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എസ്പെഷ്യലി പുരുഷന്മാർക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചക്രവർത്തിയെ പോലൊക്കെ ഇങ്ങനെ കാണുമെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കരമായിട്ട് കഷ്ടം തോന്നും. അപ്പം എൻ്റെ അടുത്ത് ചോദിക്കും, മാം ശരിക്കും അവൾ എന്നെ യൂസ് ചെയ്യുമായിരുന്നോ? അതെ, കാരണം അവൾക്ക് ഒരു പടി വേണമായിരുന്നു മേളിൽ കയറാൻ. ആ സ്ഥാനത്തെത്താൻ അവൾക്കൊരു പടി വേണമായിരുന്നു. അതിന് ഈ പറയുന്ന പുരുഷന്മാർ അവരെ യൂസ് ചെയ്തു. അപ്പോൾ ഇത് സ്ത്രീകളെല്ലാവരും ഇരകളും പുരുഷന്മാരെല്ലാവരും വേട്ടക്കാരും ഒന്നുമല്ല. എല്ലാ സ്ത്രീകളിലും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, എല്ലാ പുരുഷന്മാരിലും ഉണ്ട്. ഓക്കെ മാം, ഇപ്പോൾ റിലേഷൻഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് ടോക്സിക് ട്രൈറ്റ്സ് കൊണ്ട് ഫിൽഡ് ആണ്? ലൈക്ക് എല്ലാവർക്കും ഒരു പരിധി വരെ ഉണ്ടാവും, നമ്മളത് കൺട്രോൾ ചെയ്തായിരിക്കും മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ചില കേസസിൽ എക്സ്ട്രീം ആയിട്ടുള്ള റെഡ് ഫ്ലാഗ്സ് പെൺകുട്ടികൾ കാണിക്കാറുണ്ട്, ചിലയിടത്ത് ആൺകുട്ടികൾ കാണിക്കാറുണ്ട്. അതിൽ നിന്ന് കരകയറാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്. ലൈക്ക് ഫസ്റ്റ് സൈൻ ഓഫ് ടോക്സിസിറ്റി, ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് പേഴ്സൺ ഫോർ മീ എന്നൊരാണോ പെണ്ണോ ഡിസിഷൻ എടുക്കാവുന്ന ട്രൈറ്റ്സ് എന്തൊക്കെയാണ്? അത് നമുക്കാദ്യം നമ്മളെ മനസ്സിലാക്കണം. ഇപ്പോൾ ഞാൻ വളരെ സെൻസിറ്റീവ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കളിയാക്കുമ്പോൾ ഈ റിലേഷൻഷിപ്പ് കളിയാക്കലിൻ്റെ ഒരു ടോൺ ഉണ്ടല്ലോ, ഇതെന്തോന്നിത് ഇങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ വാരിക്കോരി ഇടാവോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കത് ഇഷ്ടമല്ലെങ്കിൽ ഇയാളെ നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചിട്ട് ഞാനതങ്ങ് ആദ്യം ഭയങ്കരമായിട്ട് അങ്ങ് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മളത് അപ്പോഴേ പറയാം. അയാൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പിലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാലോ, ബേസിക് കാര്യങ്ങൾ ഞാൻ പറയുക അല്ലേ. അപ്പം നമ്മളെല്ലാവരും ഒരുങ്ങാൻ ഇഷ്ടമുള്ളവരാണ് അല്ലേ, അവിടെ അതല്ലേ എളുപ്പത്തിൽ മനസ്സിലാവുന്നൊരു സാധനം. അതുപോലെ പല കാര്യങ്ങളും ഫ്രീ ആയിട്ട് ഇടപെടുന്ന ആൺകുട്ടികളാണ്, പെൺകുട്ടികൾക്ക് അതിഷ്ടമല്ല. അപ്പം അങ്ങനെയാണ് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ മറ്റു പെൺകുട്ടികൾ തിരിച്ചുകൊണ്ട്. അപ്പോൾ അതിഷ്ടമല്ലെങ്കിൽ അതൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു പ്രൊഫഷണൽ കോളേജിൽ ചെല്ലും, അവിടെ എനിക്ക് ഏറ്റവും കമ്പനി ആയിട്ടുള്ളൊരു പയ്യനുണ്ടായിരുന്നേ. ഭയങ്കര ജോളിയാണ്. ഞാൻ വന്നു കഴിയുമ്പോൾ അവൻ ഓടി വരും, എൻ്റെ അടുത്ത് ഒരുപാട് കഥകളൊക്കെ പറയും. അപ്പം അവൻ്റെ പ്രൊഫഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും ഒക്കെ. എൻ്റെ ആ കോളേജിൽ ബെസ്റ്റ് കമ്പനി അവനാണ്. ഒരു ദിവസം അവൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടീൻ്റെ റൂമിൽ കയറി വന്നു. അപ്പം അവൾക്കൊരു പേരില്ല. അവൾ എന്നോട് പറഞ്ഞത് ഇന്ന ആരുടെ കാമുകിയാണ് ഞാൻ, ഇതാണ് അവളുടെ ഐഡൻറ്റിറ്റി. ഇപ്പം പോയ പയ്യൻ്റെ കാമുകിയാണ്, അതാണ് അവളുടെ ഐഡൻറ്റിറ്റി. അപ്പം അവൾ പറയുന്നതെന്ന് വെച്ചാൽ അവൻ്റെ അമ്മയും പറഞ്ഞു, മോളെ നീ ഇവനെ ഇങ്ങനെ ഇവനെ കളഞ്ഞോ, ഭയങ്കര ഇഷ്യൂസാണ്. ഇങ്ങനെ അവർ ക്ലാസ്സിലിരിക്കുമ്പോൾ ആ കുട്ടിക്ക് ഇങ്ങനെ ഇരിക്കാൻ പാടുള്ളൂ,
ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല ആൺകുട്ടികളെ ഒന്നും. എന്നിട്ട് അവനിങ്ങനെ വന്നിട്ട് പെട്ടെന്ന് മൊബൈൽ എടുത്തോട്ടങ്ങ് പോകും. മൊബൈൽ എടുത്തിട്ടങ്ങ് പോകും. അത് 2 ദിവസം കഴിഞ്ഞിട്ടേ മൊബൈൽ തിരിച്ചു കൊടുക്കും. ആ 2 ദിവസം എന്ന് പറയുന്നത് ആരൊക്കെ വിളിക്കുന്നുണ്ട് ഇതൊക്കെ അവൻ നോക്കും. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഞാൻ കണ്ട ഒരാളല്ല അവൾ എൻ്റെ മുന്നിൽ പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം മോളും അതുപോലെ തിരിച്ച് ചെയ്യണം? അപ്പം പറഞ്ഞു, അത് മാം ഒരു ദിവസം ഞങ്ങൾ കാറിൽ പോയപ്പോൾ ഞാൻ അവൻ്റെ മൊബൈൽ ഇങ്ങനെ എടുത്തു, അപ്പോൾ അവൻ എൻ്റെ ചെവിടുത്ത് അടിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, കുഞ്ഞെ നിന്റെ വീട്ടിൽ ഉപദ്രവിച്ചിട്ടുണ്ട്? ഇന്നേ വരെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒന്ന് വഴക്ക് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് നിങ്ങളുടെയൊക്കെ ജനറേഷനിലും ഉണ്ടായിരിക്കണം ഈ കലിപ്പൻ്റെ കാന്താരി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ഇഷ്ടമുള്ള കുറേ പെൺപിള്ളേരുണ്ട്. കുലസ്ത്രീയായിട്ട് പറയുന്ന രീതിക്കാണ് ജീവിക്കുക. പിന്നെ അതുപോലെ തന്നെ അഭിമാനമാണ്. ഈ പെൺകുട്ടി അത് വിഷമത്തോടെയാണോ എന്ന് പറഞ്ഞേ, അതോ അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം അവന്റെ വീട്ടിൽ നിന്ന് തന്നെ പറയുന്നു ഇത് നിർത്താൻ. അവളുടെ വീട്ടിൽ അത്രയും കാര്യങ്ങൾ അറിയില്ല. അപ്പൊ എന്ത് ചെയ്യണം എന്നാണ്. അപ്പൊ ഞാനാണെങ്കിൽ പുതിയൊരാളെ കാണുന്ന പോലെ കേൾക്കുക. എൻ്റെ മുന്നിൽ നിന്ന് ഒരു കുട്ടിയായിട്ട് എന്നോടത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും വളരെ ഫെമിനിസം സംസാരിക്കുന്ന ഒരു പയ്യനെയല്ല ഞാൻ അവിടെ കാണുന്നത്. അവൾ അനുഭവിക്കുന്നത് വേറൊരു കഥയാണ്. പിന്നെ അവളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അവൻ ഈ അടിക്കുന്നത് ഇതൊക്കെയാണ് അവൾക്ക് ഇഷ്ടം. കാരണം ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ട്. ഇത് ഡോമിനേറ്റിംഗ് അല്ല കുഞ്ഞെ, ഇത് ഒരു അപകടകാരിയാ എന്ന് നമുക്ക് അത് ക്ലിയർ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അത്രേ ഉള്ളൂ. നമുക്ക് കുട്ടികളിലേക്ക് പോവാം. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ പാരൻസുമായിട്ടുള്ള ഒരു ബന്ധം എത്രത്തോളം അവരുടെ ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് ആവട്ടെ, അവരുടെ കോൺഫിഡൻസ് ആവട്ടെ, അവരുടെ ഒരു ലൈഫ് തന്നെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യും എന്നുള്ളത്. കാരണം ഇതൊന്നും അറിയില്ല. നമ്മൾ പിന്നീട് ലൈഫിലെ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഇന്ന കാര്യം കൊണ്ടായിരിക്കുമല്ലേ നമുക്ക് ഇങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ ഒരു റെക്കഗ്നൈസിങ് പാറ്റേൺ ഒക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. പക്ഷെ ഇതൊക്കെ ആർക്കെങ്കിലും സംസാരിക്കുമ്പോൾ തന്നെ പറയും, പിന്നെ ചെറുതിലെ നടന്ന കാര്യവും പറഞ്ഞുകൊണ്ട് ഇപ്പോഴും നടക്കുക, ഇതൊക്കെ ചുമ്മാ ഓവർ തിങ്കിങ് ആണ്. ലൈക്ക് ആ ഒരു അത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്, അത് എത്രത്തോളം നമ്മൾ അതൊക്കെ ഫ്യൂച്ചറിൽ ബാധിക്കും. 50 വയസ്സുള്ള ആളുകളും 10 വയസ്സിൽ നടന്ന കാര്യം പറഞ്ഞ് കരയാറുണ്ട്. കാരണം എന്താണെന്നറിയോ, അവരാ ഒരു ട്രോമ പറയുമ്പോൾ അവർക്ക് 50 വയസ്സല്ല, അവർക്ക് 10 വയസ്സാണ്. അവരാ 10 വയസ്സിൻ്റെ ഇമോഷൻസിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ അടുത്തത് പറയുന്നത്. പിന്നെ ഒരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, മൂത്ത കുട്ടിയാണ് എൻ്റെ ക്ലൈൻറ്റ്. അവൾക്ക് കോൺഫിഡൻസ് ഇല്ല, പിന്നെ ആളുകളുടെ മുന്നിലോട്ട് വരില്ല. അപ്പം ഞാൻ ഈ അമ്മയുടെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്കൊരു ഡൗട്ട് വെച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇളയ കുട്ടിക്ക് കുറച്ചും കൂടി നിറമുണ്ട്. ഈ കുട്ടി ഈ അച്ഛനെയും അമ്മയും കമ്പയർ ചെയ്യുമ്പോൾ ഇളയ കുട്ടിയേക്കാളും ഈ കുട്ടി നല്ല ഡാർക്കാണ്. എപ്പോഴെങ്കിലും ഇപ്പം എന്ന് വെച്ചാൽ അമ്മയും അച്ഛനും നല്ല ഫെയറാണ്, ഇളയ കുട്ടി അവരെ പോലെ തന്നെ ഫെയറാണ്, ഈ കുട്ടി നല്ല ഇരുണ്ടിട്ടാണ്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു. ഇങ്ങനെ ഇവള് മുഖത്തോട്ട് പോലും നോക്കില്ല, ഭയങ്കര റൂഡാണെന്നാണ് ഇവർ പറയുന്നത്. ഈ അമ്മയുടെ അച്ഛൻ്റെ ഇതിൽ റൂഡാണ്. അപ്പോൾ പറഞ്ഞാൽ അത് കൊച്ചിലെ ഞങ്ങളിങ്ങനെ പറയാമായിരുന്നു, നിന്നെ അറക്കപ്പൊടിക്കാരൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചതാ, അല്ലെങ്കിൽ നോക്ക് ഞങ്ങളെല്ലാവരും വെളുത്തിട്ടല്ലേ. സ്വന്തം വീട്ടിൽ ഈ ഒരു കമൻറ്റ് എത്രത്തോളം ആ കുട്ടീനെ, ആ കൊച്ചിൻ്റെ മനസ്സിൽ അതുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ്. അപ്പോൾ ടീനേജിലെത്തിയപ്പോഴത്തേക്ക് ഫ്രണ്ട്സ് ചോദിക്കും, ഇതെന്താ നിൻ്റെ വീട്ടിൽ എന്തോ എല്ലാവരും വെളുത്തിട്ടാണല്ലോ, നീ മാത്രം എന്താ കറുത്തിട്ട്, ഈ ഒരു സാധനം. ഇതൊന്നും അത്ര തമാശയല്ല. ഇതെല്ലാം ഒരു വ്യക്തി നിൻ്റെ അമ്മ കൊള്ളാമല്ലോ, നിൻ്റെ അച്ഛനും കൊള്ളാം, നീ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയേ. ഇത് എല്ലാ കാലത്തും ഈ കുട്ടിയെ സംബന്ധിച്ചോളം നമ്മുടെ ടീനേജ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഇല്ലേ. പിന്നെ അതുപോലെ ചില പിള്ളേർ വന്ന് ഇത് കാരണം ലൈഫ് ലോങ് അവർക്ക് കോൺഫിഡൻസ് പോകും. അതിലും ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഒരു കോളേജിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അവിടെ വാലന്റൈൻസ് ഡേ, പണ്ടൊന്നും ഇതൊന്നും ഇല്ല, പക്ഷെ ഇപ്പോൾ ഈ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ വലിയൊരു ആഘോഷമാണ് ക്യാമ്പസുകളിൽ. അപ്പോൾ അവിടെ അവരൊരു പെട്ടി കൊണ്ട് വെച്ച് വാലന്റൈൻസ് ഡേക്ക്. അപ്പോൾ ഒരു രസം, അതിന് ഒരാഴ്ച മുമ്പേ ആഘോഷം തുടങ്ങും. അപ്പം നമുക്ക് തമാശയ്ക്ക് വേണമെങ്കിലും മോളോട് എനിക്ക് ഒന്നും ഇല്ലെങ്കിലും ചുമ്മാ നിന്നെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ, തമാശയ്ക്കും സീരിയസ് ആയിട്ടും അതിനകത്തിൽ ലെറ്റർ കൊണ്ടിടും. അപ്പോൾ ഈ വാലന്റൈൻസ് ഡേയുടെ ഇതൊക്കെ കഴിഞ്ഞു. 3 പെൺകുട്ടികൾ അവിടെ എപ്പോഴും ഞാനുമായിട്ട് കണ്ട് സംസാരിക്കുന്ന കുട്ടികളാണ്. അവർ 3 പേരും കൂടെ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ആ 3 പേരിൽ 2 പേർക്ക്, അതിൽ ഒരു കുട്ടിക്ക് ഒരുപാട് കിട്ടി, അവൾ ഭയങ്കര കോളേജ് ബ്യൂട്ടി എന്ന് അറിയപ്പെടുന്ന ഒരാളാണ്. 2ാമത്തെ കുട്ടിക്കും തെറ്റില്ലാതെ കിട്ടി. 3ാമത്തെ കുട്ടി സൈലൻ്റ് ആയിട്ടിരുന്നു. ഇവർ 3 പേരും പോയി. അത് കഴിഞ്ഞിട്ട്
ഈ മൂന്നാമത്തെ കുട്ടി വന്നിട്ട് ഒറ്റ കരച്ചിലായിരുന്നു. എല്ലാവർക്കും, ഞങ്ങൾ 3 പേരിലും 2 പേർക്കും നിറച്ചും കിട്ടി വാലന്റൈൻസ് ഈ ലവ് ലെറ്റർ. എനിക്ക് മാത്രമൊന്നും തന്നില്ല, എനിക്ക് കിട്ടിയില്ല. ഞാൻ അത്ര മോശമാണോ മിസ്സേ കാണാൻ? കാരണം എന്ന് വെച്ചാൽ അവൾ ഭയങ്കര മെലിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ കോളേജിലൊന്നും ഉണ്ടല്ലോ പിള്ളേർ തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിലതൊക്കെ ഉണ്ടല്ലോ നമുക്കങ്ങനെ പേടി വരും, എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അപ്പം പറയാം, എൻ്റെ അടുത്ത് എൻ്റെ അവളുടെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞു, അത് നീ NH47 അല്ലേ, അതുകൊണ്ടാണ് കിട്ടാത്തതെന്ന്. എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു നാഗവല്ലിയുടെ ഇത് കാണുമ്പോൾ മോഹൻലാൽ പറയത്തില്ലേ എന്തൊരു സ്ട്രക്ചർ എന്ന് പറയില്ലേ, ഒരു സ്ത്രീക്ക് ഇങ്ങനെ വടിവും ഒടിവും ഒക്കെ ഉള്ളൊരു സാധനം. അപ്പോൾ ഈ കുട്ടി വളരെ വളരെ മെലിഞ്ഞിട്ടാണ്. മനസ്സിലായി? ഇതിൻ്റെയൊക്കെ നമ്മൾ ആ കുട്ടികളുടെ ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് മോക്ക് പെട്ടെന്ന് മനസ്സിലായില്ലല്ലോ. ഞാൻ അവരുടെ ഇടയ്ക്ക് നിന്ന് 2025 വരെയുള്ള വർഷങ്ങൾ അവരുടെ ലാംഗ്വേജ് നമ്മൾ പഠിക്കുമ്പോഴാണ് പലതും എനിക്ക് മനസ്സിലാവത്തില്ല, പല കാര്യങ്ങളും മനസ്സിലാവില്ല. അപ്പം എന്താണെന്ന് അപ്പം വിശദീകരിച്ചു. അപ്പം അവിടെ നമ്മൾ അവളുടെ അടുത്ത് അയ്യ ഇതൊക്കെ വലിയ കാര്യമാണ്, പോകാൻ പറ. അങ്ങനെയല്ല, അത് വലിയ കാര്യമാണ് അവൾക്ക്. ടീച്ചേഴ്സും അപ്പം പേരൻസും പറയുന്നത് എന്തായിരിക്കും എന്നറിയോ, നിന്നെ പഠിക്കാനല്ല കോളേജ് വിട്ടെ, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, പിന്നെ ലവ് ലെറ്റർ കിട്ടാത്തതിനാണോ നീ കിടന്ന് മൂങ്ങുന്നത്, ഇതായിരിക്കും സാധനം. ഇതല്ല, അവൾക്കതൊരു വലിയ കാര്യമാണ്, അവൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. ആ ബോഡി ഷേമിങ് ഭയങ്കരമാണ്. ഒന്ന് ആലോചിച്ചേക്ക്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതേപോലെ പുരുഷന്മാർക്കും ഉണ്ട്. നീ എന്താടാ മീശ ഒന്നും കളിക്കാത്ത, നീ മറ്റേതാണോ, ഇങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ആൺപിള്ളേർ വന്ന് കരയും. അപ്പം അവിടെ ആ കരയുന്നത് ആ ഫീലിങ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ റീൽസ്, ഇപ്പം ഒരുപാട് പേര് റീൽസ് ഇടുന്നുണ്ട്, വളരെ നല്ല കാര്യമാണ്. കാരണം അതൊരു മോട്ടിവേഷനാണ്. നല്ല അടിപൊളിയായിട്ട് ആളുകൾ മോട്ടിവേറ്റഡ് ആവാൻ പറ്റുന്ന റീൽസാണ്. പക്ഷെ അതിലൊരു അപകടം എന്താണെന്നറിയോ, ആ റീൽസ് ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ കുറേ വാക്കുകൾ മോളും യൂസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പം ഒരാൾ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ, ഒരു ഭാര്യയും ഭർത്താവും വന്ന് സംസാരിക്കുമ്പോൾ ഭാര്യ പറയുന്നത് എന്താണെന്നറിയോ, അയാൾ ടോക്സിക്കാണ്. ഓക്കെ, എനിക്ക് വിഷമമെന്നല്ല പറയുന്നത്, ഫീലിങ്സിനെ അവിടെ അങ്ങ് അടിച്ചമർത്തിയിട്ട് അയാൾ ടോക്സിക്കാണ്. അനുഭവങ്ങൾ, എന്നെ സങ്കടപ്പെടുത്തിയ അനുഭവങ്ങളല്ല പറയുന്നത്, അയാൾ എന്നെ ഗ്യാസ് ലൈറ്റിനിങ് ചെയ്തു, എൻ്റെ അമ്മായിമ്മ നാർസിസ്റ്റാണ്. അപ്പം അത് കാരണം എനിക്ക് ഡിപ്രഷനായി. അപ്പോൾ മാം ഇതിനൊക്കെയൊരു കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ചെയ്യാൻ പറ്റും, എല്ലാം എന്ത് ചെയ്യണം എന്ന് വരെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം റീൽസ് എന്ന് പറയുന്നത് വളരെയധികം നല്ലതാണ്. മോട്ടിവേഷണൽ സ്പീക്കേഴ്സൊക്കെ എത്രയോ പേരുടെ ലൈഫ് പിടിച്ചു വെക്കുന്നുണ്ട്, ലൈഫ് കോച്ചസ്. പക്ഷേ അവിടെയാണ് കാണുന്നവരുണ്ട്, കാണിച്ചു കൊടുത്താൽ കാണുന്നവരുണ്ട്, കാണാത്തവരുണ്ട്. അപ്പം ഞാൻ പറയുന്നത് റീൽസ് നിങ്ങൾ കണ്ടോ, പക്ഷേ ഈ പറയുന്ന പോലെ ChatGPT ആണ് ഇപ്പം പലരുടെയും കൗൺസിലർ. അപ്പം ഇങ്ങനെ അതിൽ മാക്സിമം എത്തുമ്പോൾ എന്നാൽ പിന്നെ കൗൺസിലറിനെ പോയി കണ്ടു കളയാം എന്ന് പറഞ്ഞ് വരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞത്, ഹസ്ബൻഡ് നാർസിസ്റ്റ്, അമ്മായിമ്മ ബോർഡർ ലൈൻ, പിന്നെ നാത്തൂന് വേറെ എന്തെങ്കിലും ടോക്സിക് ബിഹേവിയർ, അവരെല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഗ്യാസ് ലൈറ്റിനിങ് ചെയ്യുന്നു. അങ്ങനെ ഞാനിപ്പോൾ ഡിപ്രഷനിലായി. സോ എനിക്ക് മാം ഒരു കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയോ അല്ലെങ്കിൽ ഞാൻ ഡൗട്ട് വെച്ചിട്ട് ഇപ്പോൾ വന്ന ഈ കുട്ടിയുടെ കാര്യം ഈ പറഞ്ഞതെല്ലാം ഉള്ളതായിരുന്നു. അതായത് ഈ പുള്ളിക്കാരത്തി തന്നെ ChatGPT സെൽഫ് ഡയഗ്നോസ്. അയ്യോ, അത് ഒരു കേസല്ല, ഒരുപാട് കേസ്. പക്ഷെ അത് ആക്ച്വലി അപ്പുറത്തിരിക്കുന്ന ആള് അങ്ങനെ തന്നെ ആയിരിക്കോ, അല്ല വെറുതെ ഓവർ തിങ്കിങ് കാരണം? ഇല്ല, നമുക്ക് എന്താ വേണ്ട, നമ്മൾ ശരിയാണെന്ന് പറയണം ഒരാള്. അപ്പൊ ChatGPT എന്ന് പറയുന്നതിലോട്ട് ഇവരെന്ത് ക്വസ്റ്റ്യൻസാണ് ഇടുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അവര് ഈ ടേംസ് ചിലപ്പോൾ ചിലർ വന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും, ഇത് ആരാ നിങ്ങളോട് പറഞ്ഞത് ഈ അമ്മായിയമ്മ നാർസിസ്റ്റ് ആണെന്ന്? അത് വക്കീലിൻ്റെ ഗുമസ്തൻ. അഡ്വക്കേറ്റ്സ് ഇപ്പം നമ്മളടുത്ത് റെഫർ ചെയ്യുകയാണെന്ന് വെച്ചോ, അപ്പോൾ അവർ ഗുമസ്തൻ്റെ അടുത്ത് പറയും ഈ കുട്ടിയെ ഒന്ന് അങ്ങോട്ട് വിട്ടേക്കണം, ജസ്റ്റ് കേസ് പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഗുമസ്തന് അറിവ് പാടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് അതേപോലെ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുന്നത് ഇത് ഹസ്ബൻഡ് നാർസിസ്റ്റ് ആണ്. അപ്പം ഞാൻ പറയും, എന്താണ് ശരിക്കും ആ ടേം കൊണ്ട്? ഒന്ന്, ഇത് ടേം യൂസ് ചെയ്യാൻ പാടില്ല. നാർസിസ്റ്റ് ഒന്നും ബോർഡർ ലൈനിലൊന്നും നമ്മളത് അതിനാ പറഞ്ഞ എക്സ്പീരിയൻസ് മാറ്റേഴ്സ്, ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ,
മെഡിസിൻ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ ലേബൽ ചെയ്യേണ്ട ആരെയും. നമ്മൾ ആദ്യം ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ, ഉപദേശമല്ല. ഒരാൾക്ക് സ്വന്തമായിട്ട് കാണാൻ പറ്റുന്നില്ല, ആ അവസ്ഥയിൽ നമ്മൾ അവരെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടും കാണാൻ പറ്റാത്തവർക്ക് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോട്ട് ഉടനെ തന്നെ റെക്കമെൻഡ് ചെയ്യുകയാണ്, നിങ്ങൾ പൊയ്ക്കോളൂ.